DTH ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് പറയാൻ പോകുന്നത് ഏഷ്യനെറ്റാണ്. ഏഷ്യനെറ്റ് ചാനൽ, ഏഷ്യനെറ്റും ഏഷ്യനെറ്റ് HDയും ഇപ്പോൾ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ റേറ്റ് 36 രൂപയാണ്. ഏതാണ്ട് 12 രൂപയുടെ, ഇപ്പോൾ ഒരു 14 രൂപയുടെ വർധനവ് ഏഷ്യനെറ്റും ഏഷ്യനെറ്റ് HDക്കും വന്നിരിക്കുകയാണ്. മുമ്പ് GST ഉൾപ്പെടെ 22 രൂപയാണ്. ഇപ്പം GST ഉൾപ്പെടെ 36 രൂപയാണ് ചാനലിൻ്റെ നിരക്ക്. കാരണം മലയാളത്തിലെ ഏറ്റവും വില കൂടിയ ചാനലായി ഏഷ്യനെറ്റ് മാറിയിരിക്കുകയാണ്. കാരണം വലിയൊരു വർധനമാണ് ഇപ്പോൾ ഏഷ്യനെറ്റ് ചാനലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ DTHലായാലും കേബിളിലായാലും റേറ്റ് മാറാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ സാധാരണ നിരക്കിലാണ്. ഇപ്പോൾ സൺ ഡയറക്റ്റ് ആയാലും ടാറ്റ പ്ലേ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. 255 ആയിരുന്നു, ഇപ്പോൾ 279 ആയി. സൺ ഡയറക്റ്റ് റേറ്റ് കൂട്ടിയിട്ടില്ല. വീഡിയോകോൺ, ഡിഷ് TV, എയർടെൽ ഒന്നും റേറ്റ് കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ഉടനെ റേറ്റ് കൂട്ടും. ഏഷ്യനെറ്റിൻ്റെ ചാനൽ റേറ്റ് കൂടിയതുകൊണ്ട് ഏതാണ്ട് ഒരു 20 രൂപയെങ്കിലും കൂട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കാണാൻ താല്പര്യമുള്ളവർ കാണുക. അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും, റേറ്റ് കൂടിയ മിനിമം മലയാളം മാത്രം ഇപ്പോൾ DTHലൊക്കെ ഏതാണ്ട് 300 രൂപയ്ക്കകത്തായി. 248 സൺ ഡയറക്റ്റിലൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് ഏതാണ്ട് 300 രൂപയ്ക്കാവും. ഏതാണ്ട് ഒരു 10-20-25 രൂപയുടെ വർധനവ് എന്തായാലും വരും. 300 രൂപയ്ക്ക് അടുത്ത് ഏതാണ്ട് ഇപ്പം എത്താൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും. ഏഷ്യൻ്റെ എന്ന ചാനൽ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് മറ്റ് ചാനലുകൾ മതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏഷ്യനെറ്റ് ബഹിഷ്കരിക്കുക. അല്ലെങ്കിൽ എനിക്ക് മറ്റ് ചാനലുണ്ട്, സൂര്യ, ഫ്ലവേഴ്സ്, സി കേരള എന്നീ ചാനൽ കാണാൻ നോക്കുക. ഇതിനെയാണ് ബഹിഷ്കരിക്കുക. ഇത് വേണ്ട. അപ്പോൾ കേരളത്തിലെ മിക്ക ആൾക്കാരും ഇത് ബഹിഷ്കരിക്കുമ്പോൾ റേറ്റ് കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെയൊന്നും ആൾക്കാർ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം എത്ര റേറ്റ് കൂടിയാലും ഏഷ്യനെറ്റ് മാർക്കറ്റ് പോയാൽ ആൾക്കാർ ഈ ചാനൽ എടുക്കും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവർ ചാനൽ റേറ്റ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ കാണാൻ ശ്രമിക്കുക. അല്ല ചെയ്യാൻ പറ്റും, വേറൊരു മാർഗ്ഗമില്ല. ശരി, ഓക്കെ.